ആംസ്റ്റർഡാം വിളിക്കുന്നു. എ കോൾ ഫ്രം ആംസ്റ്റർഡാം. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു, എന്നാൽ ഡച്ചുകാർ നെതർലാൻഡ്സിനെ സൃഷ്ടിച്ചു. ആംസ്റ്റർഡാം നെതർലാൻഡ്സിന്റെ തലസ്ഥാനം, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ നഗരം. രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നെതർലാൻഡ്സ് ഇപ്പോഴും നാസിപ്പടയുടെ ഗുരുത്തുനിഷ്ഠയിൽ തന്നെ. എങ്ങും ഭീതിയും അരാജകത്വവും. ആംസ്റ്റർഡാമിലെ ജനങ്ങൾ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചു. വളരെ പേർ വിശപ്പ് കൊണ്ട് മരിച്ചു. ഈ ഭീകര സഹനങ്ങൾക്കിടയിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം ഈഡ പീഡമാൻ എന്ന ഒരു സാധാരണ ഡച്ചു സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ ലോകത്തെ രക്ഷിക്കാൻ ഒരു ശക്തിക്കുമാവില്ല, പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. സത്യാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ പിതാവിനോടും പുത്രനോടും നാം ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ ശാശ്വത സമാധാനം നൽകാനാവൂ. എല്ലാ ജനപദങ്ങളും കർത്താവിനെ ആദരിക്കട്ടെ. നിങ്ങൾ വിശുദ്ധ കുരിശിലേക്ക് മടങ്ങുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്താൽ ഈ ലോകത്തിൻ്റെ ശക്തിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരവസരവും ലഭിക്കുകയില്ല. ഈ സമയം നമ്മുടെ സമയമാണ്. ആംസ്റ്റർഡാം നെതർലാൻഡ്സിന്റെ തലസ്ഥാനം. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. ഇന്നും നമുക്ക് ആഹാരം കിട്ടി. അതെ, ഫാദർ ഫ്രീഹയുടെ സഹായത്താൽ എല്ലാം ഭദ്രമായി നടന്നു. അത് ഫാദർ ഫ്രീഹ ആയിരിക്കും. ചെന്ന് വാതിൽ തുറക്കൂ. ഹലോ. വെൽക്കം ഫാദർ. ഹലോ ഫാദർ. ഹലോ. ഇരിക്കൂ. അച്ഛന്റെ സഹായത്താൽ ഞങ്ങൾക്ക് ആഹാരം കിട്ടി. കൊള്ളാം. നിങ്ങൾക്കിപ്പോൾ ആഹാരം കിട്ടിയില്ലേ? അധികം താമസിയാതെ യുദ്ധം അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഹോ ഈട, നിനക്കെന്ത് പറ്റി? ഇവളെന്തോ കാണുന്ന പോലെ. എന്തു പറ്റിയിടാ? ഈടാ, ഇത് പരിശുദ്ധ അമ്മ തന്നെ. ഞാൻ പറയുന്നത് ആവർത്തിക്കുക. 3 മാർച്ചിനെ സൂചിപ്പിക്കുന്നു. 3 മാർച്ചിനെ സൂചിപ്പിക്കുന്നു. അവൾ പറയുന്നത് എഴുതിയെടുക്കൂ. 4 ഏപ്രിൽ. 4 ഏപ്രിൽ. 5 എന്നത് മെയ് 5-നെ സൂചിപ്പിക്കുന്നു. ഈ ജപമാല നിങ്ങളെ രക്ഷിച്ചു. ഇത് തുടരുക. ഞാൻ നൽകുന്ന പ്രാർത്ഥന നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇവരെല്ലാം താമസിയാതെ വീടുകളിലേക്ക് മടങ്ങും.
ഇതാരാണെന്ന് ചോദിക്കേ. അങ്ങ് മറിയമാണോ? അവരെന്നെ നാഥയെന്നും മാതാവെന്നും വിളിക്കുന്നു. ഈഡ പീഡമാനു ലഭിച്ച ആദ്യത്തെ ദർശനം ഇങ്ങനെയായിരുന്നു. ഈ ദർശനം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയും അമ്മ പ്രവചിച്ചതുപോലെ തന്നെ 1945 മെയ് 5 നെതർലാൻഡ് സ്വതന്ത്രമാകുകയും ചെയ്തു. മാതാവ് തുടർന്ന് നടത്തിയ പ്രവചനങ്ങൾ ഓരോന്നായി കാലാകാലങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മ പ്രവചിച്ചിരുന്നു. അന്ന് മാതാവ് ഈ ദർശനം നൽകിയപ്പോൾ ഈഡയ്ക്കൊന്നും വ്യക്തമായി മനസ്സിലായില്ല. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുമെന്ന് സങ്കല്പിക്കാൻ പോലും അന്ന് ആർക്കും കഴിയുമായിരുന്നില്ല. പിന്നീട് 23 വർഷങ്ങൾക്കു ശേഷം 1969 ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ടിവിയിൽ കണ്ടപ്പോഴാണ് അന്നത്തെ ദർശനത്തിന്റെ പൊരുൾ ഈഡയ്ക്ക് വ്യക്തമായത്. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി തീരുമെന്ന് ഒരു ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ ഈഡയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. 4 വർഷങ്ങൾക്ക് ശേഷം നാഥ നൽകിയ ഈ ദർശനം യാഥാർത്ഥ്യമായി തീർന്നു. ചിയാങ് കൈഷേക്കിന്റെ പട്ടാളവും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളും തമ്മിൽ 2 വർഷത്തോളം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ മാവോയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു. വലിയ സഹനങ്ങൾക്ക് ശേഷം ചൈന മാതൃസഭയിലേക്ക് മടങ്ങിവരും. വലിയ സംഘർഷങ്ങൾക്കും സഹനങ്ങൾക്കും ശേഷം തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ മാറ്റങ്ങളാണ് ഇന്ന് ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മതവിശ്വാസം ചൈനയിൽ തിരിച്ചുവരുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കിഴക്കും പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ട യുദ്ധാനന്തര ജർമ്മനിയെക്കുറിച്ചും ഒരു ദർശനം നൽകുകയുണ്ടായി. ജർമ്മനി 2 വിഭജിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 2 വിഭജിക്കപ്പെട്ട ജർമ്മനി ഭാവിയിൽ വീണ്ടും ഒന്നാകുമെന്ന് നാഥ പ്രവചിക്കുകയായിരുന്നു. 40 വർഷങ്ങൾക്ക് ശേഷം 1989 നവംബർ 9 ബെർലിൻ മതിലിന്റെ തകർച്ച നാം കണ്ടു. ഈ ചരിത്ര സംഭവത്തിന് തൊട്ട് 3 ആഴ്ചകൾക്ക് മുമ്പ് കിഴക്കൻ ജർമ്മനിയുടെ പ്രസിഡന്റ് ഹൊനേക്കർ അഹങ്കാരത്തോടെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഈ മതിൽ ഇനിയും ഒരു 100 വർഷം നിലനിൽക്കും. പക്ഷേ മാതാവ് പ്രവചിച്ചതുപോലെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും തകർക്കപ്പെടില്ലെന്ന് ധരിച്ചിരുന്ന ബെർലിൻ മതിൽ നിലം പരിശായി. വരാനിരിക്കുന്ന ഭയാനകമായ ദുരന്തങ്ങളെക്കുറിച്ച് അമ്മ മുൻകൂട്ടി പ്രവചിച്ചു. ഭീകരനാശങ്ങളിലേക്ക് നയിക്കുന്ന നാരകീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്ന് അമ്മ അന്നേ സൂചിപ്പിക്കുകയുണ്ടായി. നിരപരാധികളായ നിരവധി പേരുടെ ജീവനപഹരിച്ച അതിക്രൂരമായ യുദ്ധങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നാം കണ്ടു. വളരെയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടരങ്ങേറിയ ബാൽക്കൻ യുദ്ധവും ജൈവരാസയുദ്ധങ്ങളും ഗൾഫ് യുദ്ധവും അമ്മ മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന റഷ്യയെക്കുറിച്ച് അമ്മ ഇങ്ങനെ ഒരു ദർശനം നൽകി. റഷ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അരിവാളിൽ നിന്നും ചുറ്റിക വേർപ്പെടുന്ന ദൃശ്യം കാണിച്ചു കൊടുത്തുകൊണ്ട് റഷ്യയിലെ കമ്മ്യൂണിസത്തിന്റെ തകർച്ച അമ്മ മുൻകൂട്ടി പ്രവചിച്ചു. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും നാം കണ്ട ചരിത്ര സത്യങ്ങളാണ്. 1951 ഫെബ്രുവരി 11 ദർശനത്തിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സിലേക്ക് അമ്മ ഈഡയെ കൂട്ടിക്കൊണ്ടുപോയി.
എല്ലാ രാജ്യങ്ങളിലെയും ബിഷപ്പുമാരാണ് ഇരിക്കുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷം 1962 രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയപ്പോൾ നാഥ അന്ന് കാണിച്ചുകൊടുത്ത അതേ രംഗങ്ങൾ ഈഡ ടിവിയിൽ കാണുകയുണ്ടായി. മാതാവ് നൽകിയ സന്ദേശങ്ങളെ പ്രതി ഈടയ്ക്ക് വളരെയേറെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും അതിക്രൂരമായി പൈശാചിക ശക്തികളുടെ ആക്രമങ്ങൾക്ക് ഈട ഇരയായിത്തീർന്നു. ഇതിനും പുറമേയായിരുന്നു മനുഷ്യരുടെ പ്രതികരണങ്ങൾ. ഈ സന്ദേശങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് പലരും സംശയം പ്രകടിപ്പിച്ചു. കെട്ടുകഥകളെന്നും ഭാവനാ സൃഷ്ടികളെന്നുമൊക്കെ അവർ മുദ്രകുത്തി. പലരും ഈടയെ നിർദ്ദയം പരിഹസിച്ചു, നിശിതമായി വിമർശിച്ചു. എന്നാൽ നാഥയുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്തു. എന്റെ വാക്കുകളിൽ തന്നെയാണ് എന്റെ അടയാളങ്ങളും. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇവയെല്ലാം സംഭവിക്കും. ഈടയെ വിമർശിച്ചവരും ഈടയെ വിശ്വസിച്ചവരും പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി തീർന്ന പ്രവചനങ്ങൾക്ക് സാക്ഷികളായപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. എന്നിരുന്നാലും ആംസ്റ്റർഡാം സന്ദേശങ്ങളുടെ ആധികാരികതയ്ക്കുള്ള ഏറ്റവും ശക്തമായ തെളിവ് നൽകപ്പെട്ടത് 1958 ഫെബ്രുവരി 19 അന്ന് പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ മരണത്തെക്കുറിച്ച് അമ്മ ഈടയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഈട, 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 ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം നിന്നോട് കൂടെ. ഞാനിപ്പോഴൊരു അറിയിപ്പ് നൽകുകയാണ്. ഇതാരോടും പറയരുത്, നിന്റെ ആത്മീയ ഗുരുവിനോട് പോലും. മാർപ്പാപ്പയുടെ വികാരി ജനറലായ സാക്രിസ്റ്റയോട് പോലും ഈ സന്ദേശം ഇപ്പോൾ പറയരുത്. ഈ പ്രവചനം സംഭവിച്ചു കഴിയുമ്പോൾ ഞാനിത് അന്ന് വെളിപ്പെടുത്തിയിരുന്നുവെന്ന് നിനക്ക് പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് 12-ാം പിയൂസ് മാർപ്പാപ്പ ഈ വർഷം തന്നെ ഒക്ടോബർ ആരംഭത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് എടുക്കപ്പെടും. സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമായ ഞാൻ സർവ്വജനപദങ്ങളുടെയും നാഥ അദ്ദേഹത്തെ നിത്യാനന്ദത്തിലേക്ക് നയിക്കും. ഹലോ, ഫാദർ ഫ്രീഹേൻ. യെസ്, ഞാൻ ഈഡ. പറയൂ ഈട, പുതിയ ദർശനങ്ങൾ വല്ലതും? നോ ഫാദർ, ഇപ്പോൾ വെളിപ്പെടുത്താനാവുകയില്ല. എങ്കിലൊരു കാര്യം ചെയ്യും, അത് ടൈപ്പ് ചെയ്ത് ഒരു കവറിലിട്ട് ഒട്ടിച്ച് എന്നെ ഏൽപ്പിക്കൂ. ഫാദർ ഫ്രീഹയുടെ നിർദ്ദേശമനുസരിച്ച് ഈ പ്രവചനം ടൈപ്പ് ചെയ്ത് ഒരു കവറിലാക്കി സീൽ ചെയ്ത് പ്രഭാതത്തിൽ തന്നെ അച്ഛനെ ഏൽപ്പിച്ചു. ഒരു കോപ്പി ഈടയും സൂക്ഷിച്ചു. ഈടയ്ക്കല്ലാതെ മറ്റാർക്കും ഇതിന്റെ ഉള്ളടക്കം അറിയില്ലായിരുന്നു. യെസ്, കം ഇൻ. ഓ ഈട, കം ഇൻ. ഞാനിത് ഭദ്രമായി സൂക്ഷിക്കാം. Holy Father, Pope Pius XII passes away. ഓ ജീസസ്. ഫാദർ, അന്നത്തെ അമ്മയുടെ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി അത് വെളിപ്പെടുത്താം. ഫാദറിനെ ഞാൻ ഏൽപ്പിച്ച ലെറ്റർ എവിടെ എന്ന് സീൽ ചെയ്ത് ഏൽപ്പിച്ചത്? ഓ, അത് എവിടെ? ഫാദർ, അത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ? നോ നോ, ബട്ട് നോ ഫാദർ, അത് തുറക്കണ്ട. അത് സീലോട് കൂടി തന്നെ റോമിലെ സാക്രിസ്റ്റയ്ക്ക് ഉടനെ അയച്ചു കൊടുക്കണം. പക്ഷേ നമുക്ക് എങ്ങനെ ഈ പ്രവചനം എന്താണെന്ന് അറിയാൻ കഴിയും? ഇതാ സന്ദേശത്തിന്റെ തനി പകർപ്പാണ്. കാർബൺ കോപ്പി. അന്ന് തന്നെ ഞാനെടുത്ത് സൂക്ഷിച്ചതാണ്. പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന ദിവസം മുൻകൂട്ടി പ്രവചിച്ച ഈ സംഭവമായിരിക്കും ആംസ്റ്റർഡാം സന്ദേശങ്ങളുടെ ഏറ്റവും ആധികാരികവും വിശ്വസനീയവുമായ തെളിവ്.
ജീവന്റെയും മരണത്തിന്റെയും അധിപനായ ദൈവത്തിന് മാത്രമേ ആ ദിവസം ഏതെന്നറിയൂ. ഈ ഒരൊറ്റ പ്രവചനവും അതിന്റെ പൂർത്തീകരണവും മാത്രം മതി ലോകത്തെ ഈ മരിയൻ സന്ദേശങ്ങളുടെ ആധികാരികത ബോധ്യപ്പെടുത്താൻ. താൻ ആരാണെന്ന് ആദ്യ ദർശനത്തിൽ തന്നെ അമ്മ സൂചിപ്പിക്കുകയുണ്ടായി. സർവജനപദങ്ങളുടെയും നാഥയും മാതാവുമായ മറിയമാണ് ഞാൻ. ഒരിക്കൽ മറിയമായിരുന്ന എന്നെ സർവജനപദങ്ങളുടെയും നാഥയെന്നോ അമ്മയെന്നോ നിങ്ങൾക്ക് വിളിക്കാം. എല്ലാവരും കുരിശിലേക്ക് മടങ്ങി വരട്ടെ. എങ്കിൽ മാത്രമേ ശാശ്വതമായ ശാന്തിയും സമാധാനവും കൈവരൂ. ഞാൻ പറയുന്നത് ആവർത്തിക്കുക, കുരിശിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, കർത്താവായ യേശുക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സർവ്വജനപദങ്ങളുടെയും നാഥ ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. ആമേൻ. ഈ പ്രാർത്ഥന അംഗീകരിച്ച പരിശുദ്ധ സിംഹാസനം തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനായി ഒരിക്കൽ മറിയമായിരുന്ന എന്നതിന് പകരം പരിശുദ്ധ കന്യാമറിയം എന്ന് തിരുത്തുകയുണ്ടായി. മകളെ, ഈ പ്രാർത്ഥന എത്രയോ ലളിതവും ഹ്രസ്വവുമാണ്. ഓരോരുത്തരുടെയും സ്വന്തം ഭാഷയിൽ അവരവരുടെ ക്രൂശിത രൂപത്തിന് മുന്നിൽ വെച്ച് ഈ പ്രാർത്ഥന ചൊല്ലാം. ക്രൂശിത രൂപമില്ലാത്തവർ തന്നെത്താൻ ചൊല്ലട്ടെ. ഞാൻ ആത്മാക്കളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളെല്ലാവരും സഹകരിക്കുക. ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ് ഈ പ്രാർത്ഥന നൽകപ്പെട്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥന നൽകപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഏതു പ്രവൃത്തിയിലും ഈ പ്രാർത്ഥന ചൊല്ലുക. എല്ലാ ദേവാലയങ്ങളിലും ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഈ പ്രാർത്ഥന പ്രചരിപ്പിക്കുക. ഈ പ്രാർത്ഥന കൊണ്ട് നാഥ ലോകത്തെ രക്ഷിക്കും. പഴയ അരൂപി പുതിയ അരൂപിക്ക് വഴിമാറിക്കൊടുക്കണം. എന്നെ സൂക്ഷിച്ചു നോക്കുക, ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഈ രൂപം നിന്റെ ഓർമ്മയിൽ പതിപ്പിക്കുക. നോക്കൂ, ഞാൻ ഈ ഭൂമിക്ക് മുകളിൽ 2 പാദങ്ങളും ശക്തമായി അതിന്മേൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എൻ്റെ 2 കൈകളും മുഖവും മുടിയും ശിരോവസ്ത്രവും വ്യക്തമായി കാണാം. എൻ്റെ തോളുകൾക്കിരുവശവും ശിരസിനു മുകളിലും എന്താണ് കാണുന്നതെന്ന് സൂക്ഷിച്ചു നോക്കുക. അതൊരു കുരിശാണ്. കുറുകയും നെടുകയുമുള്ള തടികൾ ഞാൻ കാണുന്നു. കൊള്ളാം, എല്ലാം വ്യക്തമായി നീ കണ്ടില്ലേ? എൻ്റെ ശിരസും കൈകളും പാദങ്ങളും ഒരു മനുഷ്യൻ്റേതുപോലെ തന്നെ, മനുഷ്യപുത്രൻ്റേതുപോലെ തന്നെ. ബാക്കിയെല്ലാം ആത്മാവിൻ്റേതുപോലെയാണ്. ഈ ചിത്രം വരപ്പിക്കുക. എന്നിട്ട് ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥനയോടൊപ്പം ഇത് പ്രചരിപ്പിക്കുക. ഇക്കാലത്ത് ഞാൻ സർവ്വജനപദങ്ങളുടെയും നാഥയാകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ഭാഷകളിലും ഇത് പ്രചരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്കും ചിത്രത്തിനും എത്രയോ മഹത്തരമായ മൂല്യമാണുള്ളതെന്ന് നിനക്കറിഞ്ഞുകൂടാ. മകളെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആരും നിന്നെ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ. ശ്രദ്ധിച്ചു നോക്കുക മകളെ, ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു നോക്കൂ. ഈ കച്ചയിലേക്ക് നോക്കുക. ഈ കച്ച എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. എൻ്റെ മകൻ്റെ മൃതശരീരം പൊതിഞ്ഞിരുന്ന അരക്കച്ചയെപ്പോലെയാണിത്. അതുകൊണ്ടാണ് എൻ്റെ മകൻ്റെ കുരിശിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഈ ഭൂഗോളത്തിന് മുകളിൽ നിൽക്കുന്നു. ഈ ഭൂഗോളത്തിന് ചുറ്റും കാണുന്നത് മേഘങ്ങളാണെന്ന് നീ കരുതിയല്ലേ? ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നീ ശ്രദ്ധിച്ചു നോക്കണം. ഇത് നിന്റെ ഓർമ്മയിൽ പതിപ്പിച്ച് ചിത്രകാരന് നന്നായി വിശദീകരിച്ചു കൊടുക്കണം. ലോകത്തിലെ മുഴുവൻ ജനതകളെയുമാണ് ഈ ആട്ടിൻകൂട്ടങ്ങളുടെ ചിത്രം സൂചിപ്പിക്കുന്നത്. ശാന്തമായി കിടന്നുകൊണ്ട് ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായ കുരിശിലേക്ക് നോക്കുന്നത് വരെ അവർക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല. ഇപ്പോൾ എൻ്റെ കൈകളിലേക്ക് നോക്കുക. അവിടെ നീ കാണുന്നത് വിശദീകരിക്കുക. കൃപയുടെയും രക്ഷയുടെയും
ശാന്തിയുടെയും 3 കിരണങ്ങളാണിവ. എന്റെ നാഥനും കർത്താവുമായ പിതാവ് തന്റെ കൃപയിലൂടെ മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ ഏകമകനെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇപ്പോൾ പിതാവും പുത്രനും ചേർന്ന് ശാന്തി തന്നെയായ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. അവന് മാത്രമേ യഥാർത്ഥ സമാധാനം നൽകുവാൻ കഴിയൂ. അങ്ങനെ കൃപ, രക്ഷ, ശാന്തി. അതുകൊണ്ട് പിതാവും പുത്രനും ചേർന്ന് സർവ്വജനപദങ്ങളുടെയും നാഥയായ മറിയത്തെ ഈ കാലഘട്ടത്തിൽ സഹരക്ഷകയായും മധ്യസ്ഥയായും അഭിഭാഷകയായും അയക്കാൻ ആഗ്രഹിക്കുന്നു. സഹരക്ഷക പദവിക്ക് മുന്നോടിയായിരിക്കും ഈ ചിത്രം. ഇത് നഗരത്തിൽ നിന്നും നഗരത്തിലേക്കും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും സംവഹിക്കപ്പെടും. അമ്മ ഈയിടയ്ക്ക് ഓരോ ഭാഗവും സൂക്ഷ്മമായി വിശദീകരിച്ചു കൊടുത്തു. ഈയിടെ മനസ്സിൽ പതിപ്പിച്ച അമ്മയുടെ രൂപം അവൾ പറഞ്ഞുകൊടുത്തതനുസരിച്ച് 1951 ജർമ്മൻ ചിത്രകാരനായ ഹെൻറിഷ് റെപ്കെയാണ് ഇന്ന് നാം കാണുന്ന സർവജനപദങ്ങളുടെയും നാഥയുടെ ചിത്രം വരച്ചത്. മറിയത്തെക്കുറിച്ച് തിരുസഭ 4 വിശ്വാസ സത്യങ്ങളാണ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിയം ദൈവമാതാവാണ്, നിത്യകന്യകയാണ്, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമെന്ന 5ാമത്തെയും മറിയത്തെക്കുറിച്ചുള്ള അവസാനത്തേതുമായ ഈ പുതിയ വിശ്വാസ സത്യം പ്രഖ്യാപിക്കപ്പെടാനുള്ള ഒരു വഴിയൊരുക്കലാണ് ഈ ചിത്രവും പ്രാർത്ഥനയും. ഇനിയും ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഭൂഗോളത്തിൽ രക്ഷകന്റെ കുരിശിന് മുന്നിൽ നിൽക്കുന്നത് സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമായിട്ടാണ്. പിതാവിന്റെ ഹിതപ്രകാരം രക്ഷകൻ ലോകത്തേക്ക് വന്നു. ഇതിനായി പിതാവ് നാഥയെ തെരഞ്ഞെടുത്തു. അതായത് നാഥയിൽ നിന്നും രക്ഷകൻ മാംസരക്തങ്ങൾ സ്വീകരിച്ചു. മാംസരക്തങ്ങൾ മാത്രമെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. അതായത് ശരീരം മാത്രം. ദൈവത്വം സ്വീകരിച്ചത് എൻ്റെ നാഥനും രക്ഷകനുമായ കർത്താവിൽ നിന്നാണ്. ഇങ്ങനെയാണ് ഞാൻ സഹരക്ഷകയായത്. അനാദികാലം മുതൽ കർത്താവിന്റെ ദാസിയായി മറിയം തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ പുത്രനോടൊപ്പം മറിയവും സഞ്ചരിച്ചു. അവിടത്തോട് ഒന്നായിത്തീർന്നു. അവിടുത്തെ അനുനിമിഷം അനുഗമിച്ചു. അമ്മ നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്കായി യേശുവിനോടൊത്ത് സഹിച്ചു. യേശു ക്രിസ്തു നമ്മെ എല്ലാവരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നത് മറിയത്തെയാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അമ്മ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് സർവജനപദങ്ങളുടെയും നാഥയായിട്ടാണ്. 5ാമത്തെ വിശ്വാസ സത്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ പിതാവിനോട് ആവശ്യപ്പെടുക. അപ്പോൾ അമ്മ വാക്കുപാലിക്കും. യഥാർത്ഥ സമാധാനം കൈവരും. മനുഷ്യവംശത്തെ മുഴുവൻ മകൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തു പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. മകനെ, ഇതാ നിന്റെ അമ്മ. അങ്ങനെ ഞാൻ സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമായി തീർന്നു. ഈ വിശ്വാസ സത്യത്തെ പ്രതി വളരെ വിവാദങ്ങൾ ഉയരും. തിരുസഭ ഈ സഹനമേറ്റെടുക്കാൻ ഭയപ്പെടേണ്ടതില്ല. ഇത് തിരുസഭയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. ഭയപ്പെടേണ്ട. നാരകീയ ശക്തികൾ അഴിഞ്ഞാടും. സർവജനപദങ്ങളുടെ നാഥയെ തോൽപ്പിക്കാൻ അവർക്കാവില്ല. സാത്താൻ ഇപ്പോഴും നിഷ്കാസിതനായിട്ടില്ല. എത്ര ശക്തനായി സാത്താൻ ഭരിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എല്ലാ ജനതകൾക്കുമായി തന്റെ മാതാവിനെ, സർവജനപദങ്ങളുടെയും നാഥയെ ഇപ്പോൾ കർത്താവ് അയക്കുന്നു. പ്രവചിക്കപ്പെട്ടിട്ടുള്ളതുപോലെ അവൾ സാത്താനെ പരാജയപ്പെടുത്തും.
അവൾ തന്റെ പാദം കൊണ്ട് സാത്താന്റെ തലയിൽ ചവിട്ടും. പരിശുദ്ധ അമ്മ പലപ്പോഴായി നിരവധി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുകയുണ്ടായി. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുമക്കളെ യേശുക്രിസ്തുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരിക. സർവ്വജനപദങ്ങളുടെയും നാഥയായ ഞാൻ നിങ്ങളെ എന്റെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ അവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ ബലിയിലേക്ക് ആനയിക്കുക. മകളെ, ശരിയായ മതപരമായ മനോഭാവത്തിലേക്ക് യുവാക്കളെ കൂട്ടിക്കൊണ്ടുവരിക. ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ജപമാല ചൊല്ലുക. ലോകം മുഴുവൻ, വലിയവനും ചെറിയവനും ധനവാനും ദരിദ്രനും കുരിശിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. വൈദികരോടും സന്യസ്തരോടുമായി അമ്മ പറഞ്ഞു, സഭയിൽ ഒരുപാട് മാറ്റങ്ങൾ വേണ്ടിയിരിക്കുന്നു. വൈദികരുടെ രൂപീകരണത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്തണം. ഈ കാലഘട്ടത്തിന് യോജിക്കും വിധം നല്ല അരൂപിയിൽ ആധുനിക രീതിയിൽ വൈദികരെ വാർത്തെടുക്കണം. എല്ലാ വൈദികരോടും സന്യസ്തരോടുമായി ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരവേലകളും അപ്പസ്തലരുമാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ബലഹീനതകളുള്ള മനുഷ്യ മക്കളാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ നാഥനും ഗുരുവുമായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു പ്രവർത്തിക്കുക. അവൻ നിങ്ങൾക്ക് മുൻപേ നടന്നു പോയിട്ടുണ്ട്, ദൈവമായും മനുഷ്യനായും. തിരുസഭയോട് അമ്മ ഇങ്ങനെ ഉണർത്തിച്ചു. തിരുസഭയ്ക്ക് ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. ആധുനിക മാധ്യമ മാർഗങ്ങൾ റോം എന്തുകൊണ്ട് തേടുന്നില്ല? ആധുനിക രീതിയിൽ അവരെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? ഈ ലോകത്തിന്റെ ആത്മാവിനെ ജയിക്കാൻ ആധുനിക മാർഗങ്ങൾ അവർ ഉപയോഗപ്പെടുത്തണം. ശരീരത്തെ ശ്രദ്ധിക്കാൻ മറ്റുള്ളവരുണ്ട്. ആത്മാവിനെ രക്ഷിക്കാൻ തിരുസഭ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യകുലം ആത്മീയ രക്ഷയെ അന്വേഷിച്ച് അവിടെയും ഇവിടെയും പരക്കം പായുന്ന ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വലിയ അവസരമാണ് കൈവന്നിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ഇനി നടക്കാൻ പോകുന്നത്, പ്രത്യുത ആത്മാവിനെതിരെയാണ്. തിരുസഭ വിട്ടുപോകുന്ന ഹതഭാഗ്യരായ വിശ്വാസികളോട് അമ്മ പറഞ്ഞു, വ്യാജ പ്രവാചകന്മാരെ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ഇടയന്മാരെ മാത്രം ശ്രവിക്കുക. നിങ്ങളുടെ മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കുക. സത്യതിരുസഭയിൽ ഉൾപ്പെടാത്തവരെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. റോമിലെ തിരുസഭയിലെ വിശ്വാസികളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിമഹത്തായ സൗഭാഗ്യത്തെക്കുറിച്ച് ജാഗ്രതയായിരിക്കുക. റോമിലെ സത്യതിരുസഭയുടെ അംഗമായിരിക്കുക എന്നാൽ എത്രയോ മഹത്തരമായ ഭാഗ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ പക്കലേക്ക് ഉയർന്നു പോയതിനു മുൻപേ അവിടുന്ന് നിങ്ങൾക്ക് ഈ മഹാരഹസ്യം നൽകി. എല്ലാ ദിവസത്തെയും എല്ലാ വിനാഴികയിലെയും മഹാത്ഭുതം. ജനതകളെ, അതൊരാശയമല്ല, ഒരിക്കലുമല്ല. തന്നെയാണ് ചെറിയ അപ്പക്കഷ്ണത്തിന്റെ രൂപത്തിൽ, വീഞ്ഞിന്റെ രൂപത്തിൽ നൽകുന്നത്. ഇപ്രകാരമാണ് എന്നും നിങ്ങളുടെ ഇടയിൽ വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് സ്വീകരിക്കുക, ഭക്ഷിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ഒരു മുന്നാസ്വാദനം നൽകുന്നു, നിത്യജീവിതത്തിന്റെ മുന്നാസ്വാദനം. ജനതകളെ, യേശുക്രിസ്തു നിങ്ങൾക്ക് തന്ന പ്രതിദിന അത്ഭുതത്തെ ഓർമ്മിക്കുക. എല്ലാ ദിവസവും അനുഭവിക്കാനാണ് അവിടുന്ന് അത് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന തിരുവചനം യാഥാർത്ഥ്യമാകും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങളുടെ അമ്മ ജീവിതം എന്തെന്നറിഞ്ഞവളാണ്. നിങ്ങളുടെ അമ്മ ദുഃഖങ്ങൾ അനുഭവിച്ചവളാണ്. നിങ്ങളുടെ അമ്മ കുരിശെന്തെന്നറിഞ്ഞവളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലൂടെയും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയവളാണ്. ഈ സഹനത്തിന്റെ വീഥിയിലൂടെ അവൾ നടന്നു നീങ്ങിയതാണ്. വരൂ, എന്നോടൊപ്പം വരൂ. അവൻ നിങ്ങൾക്ക് മുൻപേ പോയിട്ടുണ്ട്. അവൻ ഒറ്റയ്ക്കാണ്, ആരും അനുഗമിക്കാനില്ലാതെ ഏകനായി
അവൻ ഭൂമിയിൽ നടക്കുന്നു. വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ ലോകത്തിന്റെ നടുവിൽ ഈ കുരിശ് ഉയർന്നു നിൽക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും കുരിശിലേക്ക് നോക്കേണ്ടതായി വരും. എല്ലാവരും കുരിശിലേക്ക് നോക്കട്ടെ. ഇപ്പോൾ തന്നെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വലിയ വില കൊടുക്കണം. നോക്കൂ, ഈ ലോകത്തിലെ എല്ലാം കടന്നു പോകും, ഒന്നും അവശേഷിക്കുന്നില്ല. കുരിശ് മാത്രം വിജയിക്കുന്നു. നിങ്ങൾ ആ കുരിശ് കാണുന്നുണ്ടോ? മനുഷ്യവംശത്തെ കുരിശിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഈ ആധുനിക യുഗത്തിൽ അത്യന്താധുനിക ശാസ്ത്ര പുരോഗതിയുടെ നടുവിൽ ഈ എളിയ കുരിശിനെ മറക്കരുത്. ഇപ്പോൾ ലോകത്തിലെ സർവ്വജനതകളോടുമായി ഞാൻ പറയുന്നു, അപ്പസ്തോല ജനതകളെ, നിങ്ങളുടെ കർത്താവായ സൃഷ്ടാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവിൻ, നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഈ ലോകത്തിൻ്റെ ശാസ്ത്രം നന്ദി എന്നത് മറന്നു കളയുന്നവരാക്കി ജനതകളെ മാറ്റിയിരിക്കുന്നു. അവർ അവരുടെ സൃഷ്ടാവിനെ അറിയുന്നില്ല. ജനതകളെ ഉണരുക, നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ വിനയത്തോടെ കുമ്പിടുക. കരുണയ്ക്കായി യാചിക്കുക, അവിടുന്ന് കരുണാമയനാണ്. അസത്യാരൂപി ഈ ലോകം ഭരിക്കുന്നു. ആധുനിക പാഷണ്ഡത, ഹ്യൂമനിസം, നിരീശ്വരവാദം, ആധുനിക സോഷ്യലിസം, കമ്മ്യൂണിസം എന്നിവയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവ മാത്രമല്ല, വേറെയും അന്ധകാര ശക്തികൾ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്നു. ആധുനിക യുഗത്തിലെ നിങ്ങൾക്ക് വേണ്ടി കൂടിയും ഒരിക്കൽ ജീവൻ ഹോമിച്ച അതേ കർത്താവ് തന്നെയാണ് എന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി അയച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ജനതകളെ, നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ പക്കലേക്ക് തിരിയുക. നിങ്ങൾ എവിടെയായാലും അവിടുത്തെ കണ്ടെത്താൻ പഠിക്കുക. നിങ്ങളുടെ അഭിഭാഷകയായിരിക്കാൻ സർവ്വജനപദങ്ങളുടെ നാഥയോട് ആവശ്യപ്പെടുക. അവർ തങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളുമായി വരട്ടെ. നാഥ ഇവിടെയുണ്ട്, അവൾ അവരെ സഹായിക്കും. നിങ്ങളെല്ലാവരും ആരോ എന്തോ ആയിക്കൊള്ളട്ടെ, സത്യപരിശുദ്ധാത്മാവ് വരാൻ അപേക്ഷിക്കുക. ഇതെന്താണെന്ന് നീ അത്ഭുതപ്പെടുകയായിരിക്കും. ഭൂമിയിൽ മഞ്ഞു വീഴുന്നത് നീ കണ്ടതുപോലെ, കനത്ത മഞ്ഞിൻ പാളികൾ ഭൂമിയിൽ ഉരുകി അലിഞ്ഞു ചേർന്നതുപോലെ ഈ പ്രാർത്ഥനയും ചിത്രവും ഭൂതലം മുഴുവൻ പ്രചരിക്കും. അത് എല്ലാ ജനപദങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും. മഞ്ഞ് നിലത്ത് വീണുരുകിയതുപോലെ ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കടന്നുവരും. കാരണം അവർ ആവശ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ലോകമാസകലം കടന്നു വരാനാണ്. ദേ അങ്ങോട്ട് നോക്കൂ, എന്തു പറ്റി? പരിശുദ്ധ അമ്മ ഈടയോട് വിട പറയുന്ന ദിവസം അതിമനോഹരമായ കിരീടം ധരിച്ച് അമ്മ പ്രത്യക്ഷപ്പെട്ടു. പ്രായശ്ചിത്തം ചെയ്യുക. അന്ന് അത്ഭുതകരമായ അനേകം ദർശനങ്ങൾ നൽകപ്പെടുകയുണ്ടായി. ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ ആശീർവദിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ദൈവസന്നിധിയിൽ പരിഹാരം ചെയ്യുക. തിരുവോസ്തിയുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അമ്മ ഈടയ്ക്ക് കാണിച്ചു കൊടുത്തു. കർത്താവ് ആരെന്നെ ഭക്ഷിക്കുകയും
പാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവൻ നിത്യജീവൻ കരസ്ഥമാക്കുകയും സത്യാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ പോകട്ടെ, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ഈടയ്ക്ക് ലഭിച്ച ആദ്യ ദർശനത്തിന് ശേഷം സുദീർഘമായ കാത്തിരിപ്പിനൊടുവിൽ 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 1996 മെയ് 31 മാതാവിനെ സർവ്വജനപദങ്ങളുടെയും നാഥ എന്ന പുതിയ പേരിൽ പരസ്യമായി വണങ്ങുന്നതിന് സഭാധികാരികൾ അനുവാദം നൽകിയത്. മാതാവ് പറഞ്ഞിരുന്നതുപോലെ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ മാതാവ് നൽകിയ പ്രാർത്ഥന ചൊല്ലുന്നത് കാണുവാനുള്ള സൗഭാഗ്യം ഈടയ്ക്ക് ലഭിച്ചു. ഈടയ്ക്ക് അപ്പോൾ 90 വയസ്സായിരുന്നു. പിന്നീട് ഈടയുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കുകയും ആ വർഷം തന്നെ ജൂൺ 17 ആ സഹന ജീവിതത്തിന് അന്ത്യം കുറിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ ഈ ചിത്രവും പ്രാർത്ഥനയും അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ 11 ഭാഷകളടക്കം ലോകത്തിലെ 60-ൽ പരം ഭാഷകളിൽ ഈ പ്രാർത്ഥന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു അൽമായ മരിയൻ വേദശാസ്ത്രജ്ഞനായ മാർക്ക് മിറവില്ലിന്റെ നേതൃത്വത്തിലുള്ള വോക്സ് പോപ്പുലി എന്ന പ്രസ്ഥാനത്തിന്റെ ശ്രമഫലമായി 40-ലേറെ കർദിനാൾമാരും 1000-ലേറെ മെത്രാന്മാരും 50 ലക്ഷത്തിലേറെ വിശ്വാസികളും 5-ാം മരിയൻ വിശ്വാസ സത്യത്തിനു വേണ്ടി ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് അപേക്ഷകൾ അയച്ചു. 5 കർദിനാൾമാർ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയ്ക്ക് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിക്കണമെന്ന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേകം മെത്രാന്മാരും വൈദികരും ഇവയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രചരണത്തിനായി മെസഞ്ചേഴ്സ് ഓഫ് ദി ലേഡി ഓഫ് ഓൾ നേഷൻസ് മെസോലാൻസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ആംസ്റ്റർഡാം പ്രതിനിധികളായ ശ്രീ പീറ്ററിന്റെയും മൈക്കിളിന്റെയും സാന്നിധ്യത്തിൽ 1996 ഡിസംബറിൽ ആരംഭിച്ച ഈ അൽമായ സംഘടന തിരുവനന്തപുരം കാർമൽ ഹിൽ OCD ആശ്രമത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഈ ഫിലിമിന്റെ ദൈവീക രക്ഷാധികാരികൾ വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ അൽഫോൻസ. സംരക്ഷിക്കപ്പെട്ട